JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC എല്ലാ വർഷങ്ങളിലേതും പോലെ തന്നെ ഈ വർഷവും ഡിസംബർ മാസം അടുത്ത വർഷത്തേക്കുള്ള വിജ്ഞാപനങ്ങളുടെ ഒരു പെരുമഴയുമായിട്ട് എത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിരുന്നു. ഡിസംബർ 30-ാം തീയതി 47 വിജ്ഞാപനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു 31-ാം തീയതി വിജ്ഞാപനം ഉണ്ടാകുമോ എന്ന്. അപ്പോൾ അതും തീരുമാനമായിട്ടുണ്ട്. ഡിസംബർ 31-ാം തീയതിയത്തെ ഗസറ്റിൽ 109 വിജ്ഞാപനങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഈ വർഷാവസാനങ്ങളിൽ ഡിസംബർ മാസങ്ങളിലാണ് അടുത്ത വർഷത്തേക്കുള്ള മുഴുവൻ വിജ്ഞാപനങ്ങളും പൂർത്തീകരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 700-ന് മുകളിൽ വിജ്ഞാപനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഈ വർഷം അത് 600-ന് മുകളിൽ വിജ്ഞാപനങ്ങൾ കുറച്ച് കുറവാണെങ്കിൽ പോലും വിജ്ഞാപനങ്ങളുടെ പട്ടികയിൽ ഒരേ രീതിയിലുള്ള നീക്കമാണ് PSCയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 31-ാം തീയതിയുള്ള വിജ്ഞാപനത്തിൽ ഏതൊക്കെ തസ്തികകളിലാണ് വരാൻ പോകുന്നത്, KS ഉൾപ്പെടുന്നുണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വിജ്ഞാപന പട്ടികയിൽ നിന്ന് പരിശോധിക്കാം. അപ്പോൾ സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ, ഹയർ സെക്കൻഡറി ടീച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഹൈസ്കൂൾ ടീച്ചർ തുടങ്ങി 109 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. ഡിസംബർ 31-ന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ജനുവരി 29 വരെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയുള്ള സമയവും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഓവർസിയർ, മരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്, വനിതാ പോലീസ് കോൺസ്റ്റബിള്, അതുപോലെ തന്നെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ കോൺസ്റ്റബിള്, അതുപോലെ കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിലെ LDV, HDV, ഡ്രൈവർ തുടങ്ങിയവയാണ് വിജ്ഞാപനം തയ്യാറായ മറ്റ് തസ്തികകൾ. അപ്പോൾ ഇങ്ങനെ 109 തസ്തികകളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഡിസംബർ 31-ന്റെ ഗസറ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുകയും ജനുവരി 29 വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ KS-ന്റെ രണ്ടാമത്തെ വിജ്ഞാപനം PSCക്ക് തയ്യാറാക്കാനായിട്ടില്ല. ഡിസംബർ 30-നകം വിജ്ഞാപനം വന്നില്ലെങ്കിൽ പ്രായപരിധി പിന്നിടുന്നവർക്ക് അവസരം നഷ്ടപ്പെടുമെന്നുള്ള ഒരു പ്രശ്നം കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് KS-ന്റെ രണ്ടാമത്തെ വിജ്ഞാപനം PSCക്ക് തയ്യാറാക്കാനാകാത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം KS-ന് വിജ്ഞാപനങ്ങൾ വരുമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഉള്ളത്. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനാലാണ് PSCക്ക് രണ്ടാമത്തെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാനായില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അവസരങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ തങ്ങളുടെ പ്രൊഫൈലിൽ നിരന്തരമായിട്ട് പുതിയ നോട്ടിഫിക്കേഷനുകളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് പരിശോധിച്ച് അവരവർക്ക് യോഗ്യതയുള്ള വിജ്ഞാപനങ്ങളെല്ലാം തന്നെ തസ്തികകളിലെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.